ഹലോ അസ്സലാമലൈക്കും. എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല? അപ്പോൾ ഇന്നൊരു പുതിയ കുക്കിംഗ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ ഫിഷ് ബിരിയാണീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്നൊരു ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഫിഷ് ബിരിയാണി, ഇതുവരെയായിട്ട് ഞാൻ ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ അത് എനിക്കിഷ്ടമല്ലേനു ഫിഷ് ബിരിയാണിയൊന്നും, അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കാനും പോകലില്ല. അപ്പോൾ എൻ്റെ അനിയത്തികളെല്ലാവരും പറയും, എന്താ ഫിഷ് ബിരിയാണിക്ക് എന്താ കുഴപ്പം, നല്ല രസമാണ് കഴിക്കാൻ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ഫിഷ് ബിരിയാണി അത് വലിയ രസമൊന്നും ഉണ്ടാവില്ല, എനിക്കിഷ്ടമല്ല എന്ന് പറയട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഒന്നൊരു നല്ല കഷ്ണമീൻ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടൊന്ന് ഫിഷ് ബിരിയാണി വെച്ച് നോക്കുക, എന്താ കൂട്ടിയൊക്കെ ഇട്ടേച്ചിട്ട് അങ്ങനെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഇത് ആദ്യം തന്നെ ഞാൻ രാവിലത്തെ മക്കൾക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഇന്ന് പൂരിയും കിഴങ്ങിന് ഈസ്റ്റും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുത്തിട്ട് അവർ സ്കൂളിലൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പിന്നെ ഞാനൊക്കെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇടയിൽ മോളൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. മോളെ പോയി ഉറക്കി വീണ്ടും ഓളെ എണീറ്റാൽ പിന്നെ നമ്മളെ ഒരു പണിക്ക് അവൾ അയക്കാറില്ല കേട്ടോ. നമ്മൾ എന്തുണ്ടെങ്കിലും അവൾ ഒന്നിങ്ങനെ കരഞ്ഞിട്ട് എന്തായിട്ട് നമ്മളെ പണി നടക്കില്ല. അപ്പോൾ വേഗം അവളെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കടന്നുറങ്ങിയിട്ട് കുറക്കിട്ടോ. രാവിലെ കുറച്ച് നേരം അവൾ കടന്നുറങ്ങും, പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അപ്പത്തിന് ഓൾ എണീക്കണതിന് മുന്നായിട്ട് പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം വെച്ചിട്ട് വേഗം വേഗം പണികളൊക്കെ തീർക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കാണ്ടായിന്, കുറച്ച് അധികം ഉണ്ടായിന് കേട്ടോ പാത്രങ്ങളൊക്കെ. അപ്പം അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഗ്യാസൊക്കെ ഒന്ന് തോത്തി വൃത്തിയാക്കി എടുത്തിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുക്കുമ്പോൾ നമുക്ക് പണിക്ക് തന്നെ ഒരു ഉഷാറിരിക്കാനും പണി വേഗം കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ബിരിയാണിക്കുള്ള ഉള്ളി, അപ്പോൾ ഇവിടെ 5 ഉള്ളി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ചീരുള്ളി ഉണ്ടല്ലോ അത് എടുത്തേക്കണേ. പിന്നെ നമ്മൾ ഇതാ വെളുത്തുള്ളി, ഇത് ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ നാട്ടിൽ നിന്ന് കൊടുന്ന കേട്ടോ. റോബസ്റ്റിൻ്റെ പഴം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം നല്ല പൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പഴം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കാണ്ട് വേറെ സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേട് വരും കേട്ടോ പഴമൊക്കെ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പഴമാണ് റോബസ്റ്റ് പഴം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ അത് അപ്പം തന്നെ തീർക്കും മക്കൾ, അത് വേറെ കാര്യം. പിന്നെ ഇതാ ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഞാൻ ചെറിയ വെളുത്തുള്ളിയല്ലേ, അപ്പോൾ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ എടുക്കണം. അപ്പം ഇവിടുത്തെ വെളുത്തുള്ളി ഉണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞ് കിട്ടും കേട്ടോ. വേണ്ട തൊലി കളിയാണ്. പിന്നെ ഞാൻ അരിക്കുള്ള ചോറിനുള്ള വെള്ളം ഞാൻ ആദ്യം വെച്ചിട്ടുണ്ട്. എന്നാൽ ഈ പണികളൊക്കെ കഴിയുമ്പോഴത്തേന് ആ വെള്ളം തിളച്ച് വരുള്ളൂ. അപ്പോൾ അത് ആദ്യം ഞാൻ അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അത് വെച്ച് നേരെ വീണ്ടും ഉള്ളി തൊലിച്ചാനൊക്കെ പോകുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ തൊലിച്ച് അതൊക്കെ ഒരു വൃത്തിയാക്കി ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറിലേക്ക് നമ്മളെ മസാലയ്ക്കൊക്കെയുള്ള ഗരം മസാല ഉണ്ടല്ലോ, അപ്പോൾ അത് പൊടിക്കാൻ വേണ്ടി കുപ്പിയിൽ നോക്കിയപ്പോൾ ഗരം മസാല കഴിഞ്ഞിട്ടുണ്ടതിന്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്നായിട്ട് പൊടിച്ച് വെക്കാറാണ്. അപ്പോൾ കുറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ വീണ്ടും പൊടിച്ച് വെച്ചിട്ടില്ലേന്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിച്ച് തരാൻ വെച്ചിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് കറാമ്പട്ട ഉണ്ടല്ലോ, നമ്മളെ പട്ട അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക, കറാമ്പൂ, പിന്നെ ജാതിക്കൻ്റെ കുരുണ്ടല്ലോ അത്, പിന്നെ സാജീരകം, വലിയ ജീരകം, അങ്ങനത്തെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കല കേട്ടോ മിക്സിൻ്റെ ജാറിലോട്ട്. പിന്നെ വറുക്കാനും ഇതിനൊന്നും നിൽക്കാറില്ല, വറുത്തുകാണ്ടൊന്നല്ല കേട്ടോ ഞാൻ പൊടിച്ചെടുക്കാറ്. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്ത് വരും കേട്ടോ. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്കസ് ഉണ്ടല്ലോ, മറ്റൊരു ചെറിയൊരു വെള്ള സാധനം അത് ഇട്ട് കൊടുക്കും കേട്ടോ ഇതിലോട്ട് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഗരം മസാല പൗഡർ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇനി പൊടിച്ച് കൊണ്ടുവരണം കേട്ടോ. ഞാൻ ഗരം മസാലയൊക്കെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊരു കുപ്പിയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ഉണ്ടാവും ഇത്. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് വെക്കലാണ് കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഗരം മസാല ഉണ്ടാക്കി വെക്കും. പിന്നെ അപ്പം അങ്ങനെ നമുക്ക് ഇതാക്കണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് പൊടിച്ച് വെച്ചാൽ പിന്നെ വേണ്ടല്ലോ
എളുപ്പമുണ്ടല്ലോ നമുക്ക്. അപ്പം അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ അങ്ങനെ പൊടിച്ച് മാറ്റി വെക്കും കേട്ടോ. ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ഗരം മസാല പൊടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ചതച്ചെടുത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം മീൻ കായം കൂട്ടണം. അപ്പോൾ മീൻ കായം കൂട്ടണം. അപ്പോൾ ഒന്നായിട്ട് മസാലയ്ക്കുള്ളതും മീനിക്കുള്ളതൊക്കെ ഒന്നായിട്ട് മിക്സിയിലൊന്ന് ഇട്ടാണ് ചതച്ചെടുത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ചെറിയ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പിന്നെ ഇഞ്ചി ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ച് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പച്ചമുളക് ഇടാൻ മറന്നു. അപ്പോൾ നിങ്ങൾ മറക്കരുത് കേട്ടോ, പച്ചമുളക് കൂടി ഇടണം കേട്ടോ. അപ്പോൾ പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരണം. അങ്ങനെ മീൻ ആദ്യം ഞാൻ ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത് വെച്ചൊക്കെ ഈ വൃത്തിയാക്കി ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കഷ്ണ മീനാണ് കേട്ടോ. അപ്പോൾ കഷ്ണ മീൻ കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ബിരിയാണി. നല്ല രസമുണ്ടായിരുന്നു ബിരിയാണി. ഞാൻ ആദ്യമായിട്ട് കഴിക്കണോണ്ട് അതുകൊണ്ട് ബിരിയാണി ഇത്ര രസം അറിയില്ല. അപ്പോൾ എന്തായാലും ഞാനിതാ മീനിക്കുള്ള കായം കൂട്ടുകയാണ്. അപ്പോൾ ഞാനിതിലോട്ട് ഇതുണ്ടല്ലോ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇതൊക്കെ അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരിൻ്റെ മുളകും പൊടി കേട്ടോ, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാ മുളകും പൊടി അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുരുമുളക് പൊടി, ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ മല്ലിപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ മസാല കൂട്ടി ഞാൻ ഉണ്ടാക്കാറ് കേട്ടോ, മസാല കൂട്ടി വെക്കാറ്. അപ്പോൾ ഇതിലോട്ട് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നാരങ്ങൻ്റെ പകുതി ഉണ്ടല്ലോ, ആ ഒരു പകുതി നീരാട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി പിന്നെ ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ കായം കൂട്ടിയിട്ട് പിന്നെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ മസാലയൊക്കെ ഒന്ന് ഓരോ മീനിൽ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ അതാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടോ. ഇതിലോട്ടുള്ള ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം കുറച്ച് നെയ്യും കുറച്ച് ഓയിൽ അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒരു ഉള്ളിയാട്ടോ ഞാൻ ഇത് മൂപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ഉള്ളിയുടെ ആയി വരട്ടെ. അതിന് മുമ്പ് ഞാൻ അരിയൊക്കെ ഒന്ന് അളന്നുകാണ്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ബിരിയാണി. അപ്പം ഞാൻ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ്സിന് കേട്ടോ 5 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല കഴുകി വൃത്തിയാക്കിയ അരി ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. പെട്ടെന്ന് വേവണ അരി കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരും. പിന്നെ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക്, എന്നിട്ട് നമുക്ക് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണമല്ലോ. മീൻ ഓരോ മീനായിട്ട് ഞാൻ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നായിട്ട്. അപ്പോൾ ഇതിനിതാ നമ്മൾ ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ചോറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ട് ഒരു പാകത്ത് വേവ് കേട്ടോ, ഒരു ഹാഫ് വേവ്. പിന്നെ അത് തമ്മിൽ കടന്നിട്ട് വേവുമല്ലോ. അപ്പോൾ ആ ചോറൊക്കെ വെന്തിട്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഒരു ഭാഗം മീനായപ്പോൾ മറ്റേ ഭാഗം മറിച്ചിട്ടിട്ടോ. അങ്ങനെ ഇവിടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്, പൊരിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മസാല കൂട്ടി വെക്കാറാണ്. നമുക്ക് ഉള്ളിയും ഇതൊക്കെ ഒന്ന് വാട്ടണ്ടേ, അപ്പോൾ അതങ്ങനെ അത് റെഡിയാക്കണം. ഇനി ഈ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ ഉള്ളി വാട്ടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഉള്ളി വാട്ടിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ 2 സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 സവാള നൈസാക്കി അരിഞ്ഞത്, അപ്പോൾ അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് എനിക്ക് കുറവ് തോന്നിയിട്ട് എണ്ണ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും പെട്ടെന്ന് വാടി കിട്ടുള്ളൂ ഉള്ളി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി. അപ്പോൾ നന്നായിട്ട് ഉള്ളി വാടി വരുമ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകിൻ്റെ ഒക്കെ കുത്ത് മാറുന്ന വരെ ഒന്ന് വാട്ടിയെടുത്ത് വരിക. 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പുളിയില്ലാത്ത തക്കാളി ആയതുകൊണ്ട് തന്നെ 2 ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നാരങ്ങ അത്യാവശ്യം നല്ല പുളിയുള്ള നാരങ്ങയാണ്. ഇവിടെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ ഒരു നാരങ്ങ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്നത് നല്ല നമ്മുടെ നാടൻ നാരങ്ങ കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ നാരങ്ങയാണ്. നല്ല അത്യാവശ്യം നല്ല പുളിയുണ്ട് കേട്ടോ. ഇവിടെ തൈരൊന്നും അത്ര പുളിയില്ല, അപ്പോൾ ഞാൻ നാരങ്ങ നീര് അധികം ഒഴിക്കാറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈര് കുറച്ചിട്ടാൽ മതി.
അപ്പോൾ ഇതാ ഞാൻ അതിലോട്ട് ചപ്പ് പുതിന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നാരങ്ങ, ഒരു നാരങ്ങ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പുളിയുള്ള നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഒന്ന് മതി. അങ്ങനെ നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ കായം കൂട്ടിയപ്പോൾ അധികം പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് മീൻ കായം കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മസാലയ്ക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പൊടികൾ. അല്ലെങ്കിൽ ഒരു കുത്തണ മാതിരിക്കാരം. അപ്പോൾ ഞാൻ എന്താ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര സ്പൂണ് മല്ലിപ്പൊടി, അര സ്പൂണ് നമ്മളെ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്ത്, പിന്നെ ആ പാകത്തിന് കുരുമുളക് പൊടിയൊക്കെ അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് മതി. അല്ലെങ്കിൽ ഒരു കുത്തലേക്കാരം നമുക്ക് മസാല കഴിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ പാകത്തിന് പൊടികൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടീൻ്റെ കുത്ത് മാറുന്ന വരെ ഒന്നിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ ആ പാകത്തിന് തൈര് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു കുറച്ച് തൈര് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഞാൻ പൊരിച്ച് വെച്ച മീനുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ മസാലയിലോട്ട് ഓരോ മീനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് മസാലയൊക്കെ ഒന്ന് ഇതാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വല്ലാതെ കുത്തിക്കാണ്ട് ഉടക്കാൻ നിൽക്കരുത്. പാകത്തിന് കയ്യിൽ വെച്ചിട്ട് വെല്ലെ സാവധാനമായിട്ട് വേണം മസാലയൊക്കെ ഒന്ന് ഇതാക്കാൻ കേട്ടോ. പറ്റതായിട്ടുണ്ടെങ്കിൽ മീൻ പറ്റ ഉടഞ്ഞു പോവുക. അപ്പോൾ സാവധാനമാക്കി കൊടുത്താൽ മതി. അങ്ങനെ അല്ലാതെ മസാലയിലൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ദമ്മിടണം ചോറ്. അപ്പോൾ ഞാൻ മീൻ ഇങ്ങനെ മസാല താഴത്താക്കിയിട്ടാണ് ദമ്മിടുന്നത് കേട്ടോ. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ലേനു ചോറ്. അപ്പോൾ അത് ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ലെയറായിട്ടാണ് ഞാൻ ചോറ് ഇതാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല താഴത്താണ്. ഇനി ഇതിലോട്ട് കുറച്ച് അത്യാവശ്യം ചോറ് മസാലേൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ ഉള്ളിയും ഒക്കെ വാട്ടിയ നെയ്യും ഓയിൽ ഒക്കെയാണ് അങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ മൂപ്പിച്ചത് മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ ഗരം മസാല അതും കൂടി അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയർ വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറ്. ചോറ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വന്ന നെയ്യന്നെ മേലെ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു നെയ്യന്നെ മതി കേട്ടോ. വേറെ സെപ്പറേറ്റ് നെയ്യൊന്നും മേലെ കൂടെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉള്ളിയും മുന്തിരിയൊക്കെ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല വീണ്ടും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ദമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം സമയമൊന്നും വെക്കണ്ട. ഫിഷല്ലേ, വെന്തതുമാണ്. ഫിഷ് പൊരിച്ചിക്കാണ്ടല്ലേ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം നേരമൊന്നും അടുപ്പത്ത് വെക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ഫിഷ് ബിരിയാണി അങ്ങനെ ദമ്മിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വേറെ പാത്രത്തിലോട്ട് മാറ്റണം കേട്ടോ. മസാല താഴത്താണല്ലോ, അപ്പോൾ ചോറ് വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ളി ഒക്കെ ഇതാക്കിൻ്റെ നെയ്യ് കുറച്ച് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചോറിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചോറ് വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. മീൻ താഴത്തല്ല, മസാല താഴത്തായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇട്ട് ഞങ്ങൾ മലപ്പുറക്കാർ ഇങ്ങനെ കേട്ടോ ബിരിയാണി ഉണ്ടാക്കാറ്. പൊതുവെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറ് കേട്ടോ. തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ബിരിയാണി തയ്യാറാക്കാറ്. എന്ത് നമ്മൾ ചിക്കനാണെങ്കിൽ മട്ടനാണെങ്കിൽ ബീഫാണെങ്കിൽ ഇങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ ബിരിയാണി ദമ്മിടാറ് കേട്ടോ. മസാലയൊക്കെ താഴത്ത് ചോറ് മുകളിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചോറൊക്കെ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അങ്ങനെ ചോറൊക്കെ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ടല്ലോ എല്ലാതും ഒന്ന് മഞ്ഞച്ചോറ് വെള്ളച്ചോറൊക്കെ ഇങ്ങനെ ഇതായി കിടക്കില്ല അപ്പോൾ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. മസാല തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിലേക്ക് അങ്ങനെ മസാല അങ്ങനെ ഇട്ട് കഴിക്കാറാട്ടോ. അപ്പോൾ ഒന്നായിട്ട് മിക്സ് ചെയ്യാറില്ല, അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. ഫിഷ് ബിരിയാണി പറ്റാത്തവർക്കും പറ്റൂട്ടോ ഫിഷ് ബിരിയാണി. അപ്പോൾ എനിക്ക് പറ്റിയില്ല, ഞാൻ ഇതുവരെയായിട്ട് കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഫിഷ് ബിരിയാണി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ പുതിയ റെസിപ്പിയുമായി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർ ഓക്കെ ബൈ, താങ്ക് യു.